ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഡെങ്കു ഫീവർ ആണ്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് അറിവുകൾ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ മരിക്കുമോ എന്നുള്ളത് കുറച്ച് പേരുടെ സംശയമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഹെഡിങ് അതിലിട്ടത് കേട്ടോ. മരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി സീരിയസ് കണ്ടീഷൻ ആവുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. നമുക്കറിയാമല്ലോ, ഡെങ്കു ഫീവർ വന്നിട്ട് കുറച്ച് പേര് മരിച്ച വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അത് പക്ഷേ ശ്രദ്ധിക്കാണ്ട് അത്രയും കണ്ടീഷൻ ആകുമ്പോൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയിൽ വരെ പേഷ്യൻസ് ഹോസ്പിറ്റലിൽ വരാറുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജിൻസി എന്നാണ് കേട്ടോ. ഞാൻ അമല ഹോസ്പിറ്റലിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യണം. സമയത്ത് മെഡിസിൻ വാർഡിൽ വർക്ക് ചെയ്യുമ്പോൾ അതുപോലെ ഡെങ്കു ഫീവറായിട്ട് ഒത്തിരി പേഷ്യൻസ് നമുക്ക് ആ വാർഡിൽ അഡ്മിറ്റ് ആവാറുണ്ട്. കൂടുതലും മൺസൂൺ സീസണിലാണ് പേഷ്യൻസ് അഡ്മിറ്റ് ആവാറ്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഡെങ്കു ഫീവർ വരുമ്പോൾ ഉണ്ടാവുന്ന സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തിയായിട്ടുള്ള തലവേദന ഉണ്ടാവും, നല്ല കടുത്ത പനിയായിരിക്കും, വിട്ടുമാറാണ്ട് നല്ല കടുത്ത പനി ഉണ്ടാവുമായിരിക്കും, പിന്നെ തലകറക്കം ഉണ്ടാവും, പിന്നെ ഭയങ്കര ക്ഷീണം, തളർച്ച, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡിയിൽ കാണിക്കുന്ന സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് കളറിലുള്ള സ്പോട്ടുകൾ കയ്യിലും ദേഹത്തും, അതുപോലെ തന്നെ കൈയുടെ ഉള്ളം കൈയിലും ഇവിടെയായിട്ട് ഉള്ളം കൈയിലൊക്കെ നിറച്ച് റെഡ് സ്പോട്ടുകൾ ഉണ്ടാവും കേട്ടോ. അത് അങ്ങനെ ഉണ്ടെങ്കിൽ, അതിൻ്റെ ഒപ്പം ഫീവർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഡെങ്കു ഫീവർ ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് അതിൻ്റെ റെമഡീസ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈഡിസ് ഈജിപ്തി കൊതുകുകളാണ് ഈ ഡെങ്കു ഫീവർ പരത്തുന്നത്. അപ്പോൾ ഈ ഡെങ്കു ഫീവർ ആണെന്നുള്ളത്, അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് ഡെങ്കു ഫീവർ ആണെന്നുള്ളത് കൺഫർമേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ ഡെങ്കു ഫീവർ ആണെന്നുള്ളത് കൺഫേം ചെയ്യുന്നത് ബ്ലഡ് ടെസ്റ്റ് വഴിയാണ് ചെയ്യുക. ബ്ലഡ് എടുത്തിട്ട് ഡെങ്കു NS1 ആൻറ്റിജനൊക്കെ ടെസ്റ്റ് ചെയ്യും. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് വരുമ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ അതിൽ ഡെങ്കു ഫീവർ ആണെന്ന് കൺഫർമേഷൻ ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ മെയിനായിട്ട് നോക്കുന്നത് പ്ലേറ്റ്ലെറ്റ് കൗണ്ടും പേഷ്യൻസിൻ്റെ കൗണ്ടുകളാണ് നോക്കുക. അപ്പോൾ അതിൽ ഡെങ്കു ഫീവറുള്ള പേഷ്യൻസ് ആണെങ്കിൽ കൗണ്ട് നന്നായി കുറവായിരിക്കും. അപ്പോൾ ഒരു 35-30 വരെ റേഞ്ചിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വന്നാലും സാധാരണ പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാറില്ല. പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു 2.5 ലിറ്റർ IV ഫ്ലൂയിഡ് ഒരു ദിവസം പേഷ്യൻറ്റിന് കൊടുക്കും. അതിൻ്റെ ഒപ്പം തന്നെ പേഷ്യൻറ്റിനോട് ഭക്ഷണം കഴിക്കാനും പറയും. ഭക്ഷണത്തിന് റെസ്ട്രിക്ഷനോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഫുഡ് നന്നായി കഴിക്കുക, അതുപോലെ തന്നെ വെള്ളം ധാരാളം കുടിക്കുക. വെള്ളം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനാണ് നമ്മൾ ഫ്ലൂയിഡ് ഇട്ട് കൊടുക്കുക. ആദ്യത്തെ 2 ദിവസം എന്തായാലും അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിന് നമ്മൾ IV ഫ്ലൂയിഡ് എന്തായാലും കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഡെങ്കു ഫീവർ വന്ന പേഷ്യൻറ്റിന് നമുക്ക് ക്ഷീണം മാറാനായിട്ട് കിവി ഫ്രൂട്ടും അതുപോലെ തന്നെ വാട്ടർ മെലൻ, പിന്നെ പപ്പായ ഫ്രൂട്ട് ഒക്കെ കഴിക്കാനായിട്ട് പറയാറുണ്ടല്ലേ. അഡ്മിറ്റ് ആവാത്ത കേസുകളാണെങ്കിൽ വീട്ടിൽ ഡോക്ടേഴ്സ് പറയും ഇങ്ങനത്തെ ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, പിന്നെ റെസ്റ്റ് എടുക്കാൻ പറയും. പുറത്ത് പോയിട്ട് പണിയെടുക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് വീട്ടിൽ റെസ്റ്റ് എടുക്കുക, മോസ്കിറ്റോ നെറ്റ് ഇട്ടിട്ട് അതിൽ കിടക്കണം എന്ന് പറയും. ഞാൻ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നെറ്റ് ഇട്ടിട്ട് കിടക്കണം എന്ന് പറയണത്. കാരണം ചിലപ്പോൾ നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ കിട്ടിയതാവില്ല. പണിക്ക് പോകുന്ന സ്ഥലത്തു നിന്നോ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ അവിടെ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഡെങ്കു ഫീവർ കിട്ടുമല്ലോ. ഇതിട്ട് കിടക്കാൻ പറയുന്നത് വീട്ടിൽ മറ്റുള്ള അംഗങ്ങൾക്ക് ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മളെ ഒരു ഡെങ്കു ഫീവർ വന്ന ഒരു വ്യക്തിനെ ഈഡിസ് ഈജിപ്തി കൊതുക് കടിച്ചിട്ട് ആ കൊതുക് മറ്റുള്ള വ്യക്തിയെ കടിക്കുകയാണെങ്കിൽ പകൽ സമയത്താണ് ഈ കൊതുകിനെ നമ്മൾ ധാരാളമായിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനെ കടിക്കുന്ന സമയത്താണ് ആ വ്യക്തിക്കും അത് ഡെങ്കു ഫീവർ പകരുന്നത്. മോസ്കിറ്റോ നെറ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് തന്നെ പേഷ്യൻസിനെ കിടത്തണം. പിന്നെ അതുപോലെ തന്നെ പേഷ്യൻ്റ് അഡ്മിറ്റ് ആയിട്ട് ഒരു 30-ൽ താഴെയൊക്കെ പ്ലേറ്റ്ലെറ്റ് വരുമ്പോൾ ഹോസ്പിറ്റലിൽ സാധാരണയായി 1-2 പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യും. പക്ഷേ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസവും പ്ലേറ്റ്ലെറ്റ് നോക്കുമ്പോഴും പ്ലേറ്റ്ലെറ്റ് ഡ്രോപ്പ് ആയിട്ട് തന്നെയാണ് കാണാറ്. അപ്പോൾ ചില പേഷ്യൻസ് പറയും കയറ്റിയിട്ടും കുറവില്ല, ഈ ഹോസ്പിറ്റലിൽ കിടത്തിയിട്ട് കുറവില്ല എന്നൊക്കെ പറയും. പക്ഷേ അത് നോർമലി അതിൻ്റെ രീതി അങ്ങനെയാണ് അത് വരിക. നമ്മൾ പ്ലേറ്റ്ലെറ്റ് കയറ്റി ഉടനെ തന്നെ പ്ലേറ്റ്ലെറ്റ് കൂടില്ല. 1-2 ദിവസത്തിന് ശേഷമാണ് പ്ലേറ്റ്ലെറ്റ് ഇൻക്രീസ് ആയി തുടങ്ങുക. പിന്നെ കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഇതിലങ്ങോട്ട് പൊക്കോളും. പിന്നെ നമുക്ക് ഇതിന് പ്ലേറ്റ്ലെറ്റിന് കൗണ്ട് കൂട്ടാനായിട്ട് ടാബ്ലറ്റും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഡെങ്കു ഫീവർ ഉള്ള പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് ആൻറ്റിബയോട്ടിക് അഡ്മിനിസ്റ്റർ ചെയ്യാറില്ല. അതിന് ഫീവറിന് പാരസെറ്റാമോളും പിന്നെ കൗണ്ട് കൂടാനുള്ള ഒരു ടാബ്ലറ്റും മാത്രമാണ് പേഷ്യൻസിന് കൊടുക്കുകയുള്ളൂ. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞിരിക്കുന്ന ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ ഡെങ്കു ഫീവർ വന്നൊരു പേഷ്യൻറ്റിനോട് സാധാരണ ഡോക്ടേഴ്സ് പറയാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഷ് ചെയ്യരുതെന്ന് പറയും. ബ്രഷ് ചെയ്യുമ്പോൾ മോണ പൊട്ടാനും ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്ലേറ്റ്ലെറ്റ് ഡ്രോപ്പ് ആവുന്ന സമയത്ത് മെയിനായിട്ടുള്ള സിംറ്റംസാണ് ബ്ലീഡിങ്. ബ്ലീഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ക്ലോട്ടിങ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്രഷിങ് ചെയ്യാൻ പാടില്ല. വിരലും കൊണ്ടൊക്കെ തേക്കാം, പക്ഷേ അമർത്തി തേക്കരുത്. ബ്ലീഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എന്തായാലും റെസ്റ്റ് എടുത്തിരിക്കണം. കാരണം
കാരണം BP ഡൗൺ ആവാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഡെങ്കു ഫീവർ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്ന മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. ഡെങ്കു ഫീവർ സ്പ്രെഡ് ആവുന്നത് ഈഡിസ് ഈജിപ്തി വർഗ്ഗത്തിൽപ്പെട്ട മോസ്കിറ്റോയിൽ നിന്നാണ്. ഇപ്പം നമ്മൾ ചിരട്ടയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതോ അല്ലെങ്കിൽ മഴക്കാലമാണ് പാത്രത്തിൽ വെള്ളം കെട്ടി നിൽക്കുക, അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഈ ഡെങ്കു ഫീവർ തടയാനായിട്ട് സാധിക്കും. ഡെങ്കു ഫീവർ വന്നു കഴിഞ്ഞാൽ മിക്ക വീട്ടിലും, ഈ നാട്ടിൻ പുറത്തുള്ള മിക്ക വീട്ടിലും കാണുന്നൊരു രീതിയാണ് പപ്പായയുടെ ലീഫ് അരച്ച് കുടിക്കുന്നത്. പക്ഷേ പപ്പായയുടെ ലീഫ് അരച്ച് കുടിക്കുന്നത് ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ കാരണമാക്കും. കാരണം അതിൻ്റെ പശ എന്ന് പറയുന്നത് ശരീരത്തിന് അത്ര നല്ലതായിട്ടുള്ള രീതിയല്ല. അങ്ങനെ പപ്പായ ലീഫ് അരച്ച് കുടിച്ചിട്ട് വയറിന് വേദനയും ബുദ്ധിമുട്ടായിട്ട് വന്ന പേഷ്യൻസിനെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പപ്പായയുടെ ലീഫ് അരച്ചധികം കുടിക്കരുത്. എല്ലാവർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. വയറുവേദന, ഛർദിൽ പോലുള്ള പ്രശ്നങ്ങൾ, മാരകമായ പ്രശ്നങ്ങൾ വരെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഡെങ്കു ഫീവർ വന്നു കഴിഞ്ഞാൽ കിവി ഫ്രൂട്ടും പപ്പായ ഫ്രൂട്ട് പഴുത്തതും മീഡിയം ലെവലിൽ പഴുത്തതുമായിട്ടുള്ള പപ്പായ ഫ്രൂട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ ക്ഷീണം മാറാനും അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടാനും വളരെ നല്ലതാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.